ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണല്ലേ. ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായൊരു സ്വലാത്തുണ്ട്. നിങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ല എന്നുള്ള സങ്കടം നിങ്ങൾക്കുണ്ടോ? കടക്കണിയിൽ പെട്ടു എന്ന ആശങ്കയുണ്ടോ? ഏത് വിഷമത്തിൽ നിന്നും നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയ അതിവിശിഷ്ടമായ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളൊരു സ്വലാത്ത്. മാത്രമല്ല, ഈ സ്വലാത്ത് നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങൾക്ക് അല്ലാഹു ഹജ്ജിന് പോകാനുള്ള തൗഫീഖ് പോലും തരും. ആ സ്വലാത്ത് ഏതാണെന്ന് പഠിക്കണ്ടേ? 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചിരിച്ചെല്ലാവരും. എനിക്ക് ശരിക്കും ചിരിക്കാൻ പറ്റുന്നില്ല, കാരണം ഇങ്ങനെ ഉറക്കങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ ഹൈവേയിലാണ്, പാലക്കാട് ഹൈവേയിൽ ഇങ്ങനെ ഒതുക്കിയിട്ടിട്ടാണ് സ്വബാഹുൽ ഖൈറിലിങ്ങനെ പങ്കെടുക്കുന്നത്. ഒരിക്കലും മുടങ്ങരുത് എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ്. തീരെ പറ്റാത്തൊരവസ്ഥയിൽ മാത്രമേ നമ്മൾ മുടക്കുകയുള്ളൂ. പക്ഷെ മുടങ്ങാതെ പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നലെ നമ്മൾ പഠിച്ചതുപോലെ ഹംദിലായി കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് തന്നെ ചെറിയൊരു മജ്ലിസ്, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമുക്കിന്ന് പഠിക്കേണ്ടതുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ? വെള്ളിയാഴ്ച ദിവസം എല്ലാ ദിവസങ്ങളുടെയും രാജാവാണ്. ഈ വെള്ളിയാഴ്ച ചെയ്യേണ്ട ഒരുപാട് നന്മകൾ നമുക്കറിയാം അല്ലേ? വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം, നല്ല സുന്നത്തായ കുളിയുടെ നെയ്യത്ത് വെച്ച് കുളിക്കണം, അതുപോലെ നല്ല അത്തറ് പൂശണം, നല്ല സുഗന്ധം പൂശണം. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിനകത്ത് നിങ്ങളുടെ ഭർത്താവിന് ആസ്വദിക്കാൻ പറ്റിയ രീതിയിൽ നല്ല പെർഫ്യൂമുകൾ നിങ്ങൾ യൂസ് ചെയ്യണം. പുറത്തു പോകുമ്പോൾ വേണ്ട. നമ്മൾ പുറത്തു പോകുമ്പോൾ എല്ലാ സാധനവും അടിച്ചു വാരി പൂശിയിട്ട് പുറത്തോട്ട് പോകും. കെട്ടിയവൻ്റെ അടുത്ത് നിൽക്കുമ്പോഴോ അത് കുളിക്കുകയില്ല, നനയ്ക്കയില്ല, അങ്ങനെ പറ്റുമോ? പറ്റൂല അല്ലേ? അപ്പോൾ നല്ല പെർഫ്യൂംസ് ധരിക്കണം, ഉപയോഗിക്കണം. അതുപോലെ നല്ല വസ്ത്രം ധരിക്കണം അല്ലേ? പുരുഷന്മാർ പള്ളിയിലേക്ക് പോകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കുക. സ്ത്രീകൾ ളുഹർ നിസ്കരിക്കുമ്പോൾ നല്ല വസ്ത്രം ധരിക്കുക. നിസ്കരിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏറ്റവും കീറിപ്പറഞ്ഞത് ധരിച്ചല്ല നിസ്കരിക്കേണ്ടത്, ഏറ്റവും നല്ല വസ്ത്രം. കാരണം നമ്മൾ നിൽക്കുന്നത് റബ്ബുൽ ആലമീനായ തമ്പുരാൻ്റെ മുമ്പിലാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് നിൽക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് ചെയ്യേണ്ട ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമലേതാ? അത് അസ്സലാത്തു അല നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത്, ആ അമലാണ് വെള്ളിയാഴ്ചയുടെ ഏറ്റവും മർമ്മപ്രധാനമായൊരു കർമ്മം എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗ്ഗമാണേത്? സ്വലാത്ത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള വേറെന്താ മേലുള്ളത്? നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, പാവപ്പെട്ടവരെ സഹായിക്കൽ അല്ലെ, മറ്റുള്ളവർ പ്രയാസം അനുഭവിക്കുന്നത് കാണുമ്പോൾ അവരെ ചേർത്ത് പിടിക്കൽ, വിധവകൾക്ക് ഭക്ഷണം കൊടുക്കൽ, എല്ലാം ഇതൊന്നും സ്വീകരിക്കുന്ന ഒരു ഉറപ്പുമില്ല. കാരണം നമ്മുടെ ഇഖ്ലാസിൻ്റെ തോതനുസരിച്ചിട്ടേ അതൊക്കെ അള്ളാഹിൻ്റെ അടുക്കൽ കബൂൽ ചെയ്യപ്പെടുള്ളൂ. പക്ഷേ സ്വലാത്ത് തമാശക്ക് ചൊല്ലിയാലും അള്ളാഹ് സ്വീകരിക്കുന്ന ഒരു സംഗതി വേറുണ്ടോ? എന്തെങ്ങനെ സ്വീകരിക്കാൻ കാരണം? അത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്. എന്തുകൊണ്ടാണ് സ്വലാത്തിന് മാത്രം ഇത്രയും പവർ? എന്തുകൊണ്ടാണ്? അത് അള്ളാഹിൻ്റെ ചര്യയാണെന്നുള്ളത് കൊണ്ടാണ്. നിസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇഖ്ലാസും കാര്യങ്ങളും കുറേ സംഗതിയൊക്കെ വേണം. അത് അള്ളാഹിൻ്റെ ചര്യയല്ല, അത് റസൂലുള്ളാഹിൻ്റെ ചര്യയാണ്. അള്ളാഹിൻ്റെ ചര്യ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ഒരേ ഒരു സംഗതിയുള്ളൂ, അത് സ്വലാത്താണ്, അള്ളാഹിൻ്റെ സുന്നത്താണത്. ബാക്കിയൊക്കെ റസൂലുള്ളാഹിൻ്റെ സുന്നത്താണ്. അപ്പോൾ ആ സ്വലാത്തിൻ്റെ മഹത്വം എത്രയാണ് ചിന്തിച്ചു നോക്കിയേ, ഒന്നാലോചിച്ച് നോക്കി. അതാണ് അതിൻ്റെ പിന്നിലെ അത്ഭുതം എന്ന് പറയണത്. മാത്രമല്ല, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മൾ മറ്റുള്ള മനുഷ്യരോട് ചെയ്ത കുറ്റങ്ങളുടെ പേരിൽ നമ്മുടെ നന്മകളൊക്കെ വീതം വെച്ച് കൊടുക്കുന്നൊരവസ്ഥ ഉണ്ട്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആ സമയത്തും വീതം വെക്കപ്പെടാത്ത അല്ലെങ്കിൽ വീതം വെച്ച് കൊടുക്കപ്പെടാത്ത ഒരേ ഒരു അമല് അത് സ്വലാത്താണ്. അപ്പോൾ ആ സ്വലാത്തിൻ്റെ പവർ എത്രയാണ്? ഒരുപാട് സ്വലാത്തുകളുണ്ട്, കയ്യും കണക്കില്ലാത്ത സ്വലാത്തുകൾ അല്ലേ? ഒരുപാട് മഹത്തുക്കൾ പഠിപ്പിച്ച് തന്ന, മുത്തുനബി സ്വപ്നത്തിലൂടെ പഠിപ്പിച്ച. എന്നാൽ ഈ സ്വലാത്തുകളിലൊക്കെ വെച്ച് ഏറ്റവും അഫ്ളലായ സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കൃത്യമായി വാരിതായി വന്ന കിടിലൻ സ്വലാത്ത്. ഏതാണ് ആ സ്വലാത്ത്? നമ്മൾ ഒരുപാട് സ്വലാത്തൊക്കെ ഇങ്ങനെ നാരിയ സ്വലാത്ത് ചൊല്ലും, അതൊക്കെ വളരെ ബറക്കത്തുള്ള സ്വലാത്ത് തന്നെ. പക്ഷേ പരിഗണിക്കാതെ പോകുന്ന സ്വലാത്താണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്ത്. അതേതാ? അത് ഇബ്രാഹിമിയയാണ്. ഇബ്രാഹിമിയ സ്വലാത്താണ്. അതാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്ത്. അതുപോലൊരു സ്വലാത്ത് വേറുണ്ടോ? അതുപോലൊരു സ്വലാത്ത് വേറെ ഇല്ലല്ലോ. അതാണ് സ്വലാത്ത് ഇബ്രാഹിമിയ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പേരും കൂടെ അവിടെ ഉണ്ട് അല്ലേ? എന്താ സ്വലാത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് പഠിക്കണ്ടേ?
ഈ സ്വലാത്ത് പതിവാക്കുന്ന മനുഷ്യർക്ക് ഹജ്ജിന് പോകാനുള്ള തൗഫീഖ് അള്ളാഹു തരും എന്നാണ്. ഹജ്ജിന് പോകാനുള്ള തൗഫീഖ് തരും. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ എത്രയോ തവണ അതിൽ പറയുന്നുണ്ട്. നമ്മൾ ഇബ്രാഹിം നബിയുടെ പേരിങ്ങനെ അനുസ്മരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹജ്ജിൻ്റെ ലീഡറായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബർക്കത്തുകൊണ്ട് ഈ സ്വലാത്ത് ധാരാളം ചൊല്ലുന്ന മനുഷ്യർ ഹജ്ജ് ചെയ്യാതെ മരിക്കില്ല എന്ന് പോലും പറഞ്ഞു വെച്ച എത്രയോ മഹത്തുക്കളെ നമുക്ക് കാണാം അല്ലേ. അള്ളാഹു പരിശുദ്ധമായ പുണ്യഭൂമിയിൽ വന്ന് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറയും ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഇബ്രാഹിമിയ സ്വലാത്ത് ഇങ്ങനെ ധാരാളം ചൊല്ലിയിട്ട് അള്ളാഹിനോട് ധാരക്കണം, പടച്ചോനെ ഈ സ്വലാത്തിൻ്റെ ബർക്കത്തുകൊണ്ട് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. കുറച്ച് മഹത്വങ്ങൾ പറഞ്ഞു തരട്ടെ ഈ സ്വലാത്തിൻ്റെ. ഒന്നാമത്തേത് എന്താ? മുത്തുനബി കാണും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് വെള്ളിയാഴ്ച ദിവസം ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ മലക്കുകൾ സ്വലാത്ത് എത്തിച്ചു കൊടുക്കുമെങ്കിൽ വെള്ളിയാഴ്ച നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ അതെൻ്റെ മുത്തുനബി നേരിട്ടിങ്ങനെ കാണും. യാ അല്ലാഹ്, അതെന്തൊരു മഹാഭാഗ്യമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തൊരു മഹത്വം എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഇല്ലാണ്ടാവും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നതിനനുസരിച്ച് നിങ്ങളുടെ ടെൻഷൻ ഇല്ലാതെയാവും. എന്തോരം ടെൻഷനാണ്. മക്കളില്ലാത്തവരുണ്ട്, മക്കളെ കെട്ടിക്കാൻ വഴിയില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, കല്യാണം നടക്കാത്തവരുണ്ട്, കടക്കണിയിൽ പെട്ടുപോയവരുണ്ട്, പ്രതിസന്ധികളിൽ കിടന്ന് നട്ടം തിരിയുന്നവരുണ്ട്. എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഹൃദയത്തിന് ടെൻഷൻ ഉണ്ടാക്കുന്ന സംഗതി എന്താണോ ആ ടെൻഷനിൽ നിന്ന് അള്ളാഹു നിങ്ങളെ അങ്ങ് ഊരിയെടുക്കും. സ്വലാത്ത് ചൊല്ലിക്കോ. മൂന്നാമത്തേത് കടമാണ്. കടക്കണി എന്ന് പറഞ്ഞവർ രക്ഷയില്ല. ജപ്തിയുടെ വക്കീലാന്ന് പറഞ്ഞവർ, പെട്ടുപോയവർ, യാ അല്ലാഹ് കടക്കണിയിൽ നിന്ന് പടച്ച റബ്ബ് നമുക്ക് കാവല് തരട്ടെ. സ്വലാത്ത് മറക്കല്ലേ. നാലാമത്തേത് എത്ര വലിയ മുറാദും അള്ളാഹ് ഹാസുലാക്കി തരും. കാരണം ഇത് അള്ളാൻ്റെ ചര്യയാണ്. അള്ളാൻ്റെ ചര്യ നമ്മൾ ധാരാളം ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടം കൂടും. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഹബീബിനോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിൻ്റെ മദഹ് നമ്മളിങ്ങനെ പറയുമ്പോൾ അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടം തോന്നൂലേ? ഇത് സ്വാഭാവികമല്ലേ? അപ്പോൾ നമ്മുടെ മുറാദുകൾ, നമ്മുടെ കൽബിലുള്ള മുറാദുകൾ അള്ളാഹ് അങ്ങ് നടപ്പാക്കി തരും. ഇനി അഞ്ചാമത്തത് രോഗങ്ങൾക്ക് ശമനമാണ്. രോഗമുള്ള മനുഷ്യർ ഒരു 11 തവണ ഡെയിലി ഇങ്ങനെ ഓതുക. ഏറ്റവും ചുരുങ്ങിയത് 11 തവണ ഓതിയിട്ട് വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കാം, ശരീരത്ത് പുരട്ടാം. പതിവായി ഇങ്ങനെ ചൊല്ലിയിട്ട് അള്ളാഹുവോട് ദ്വാരക്ക്. ഈ സ്വലാത്തിൻ്റെ ബർക്കത്തുകൊണ്ട് പടച്ചോനെ എൻ്റെ രോഗം ശിഫയാക്കണം. നിങ്ങൾ ഇബ്രാഹിമിയ സ്വലാത്ത് മുൻനിർത്തി ഒന്ന് ചോദിച്ചു നോക്ക്, അള്ളാഹു നടപ്പാക്കി തരുന്നത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ഇനി ആറാമത്തേത് പാപമോചനാണ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 പാപം പൊറുക്കുന്നല്ലേ. അപ്പോൾ ഇബ്രാഹിമിയ സ്വലാത്തിൻ്റെയൊക്കെ മഹത്വം എത്രയാണ്. യാ അല്ലാഹ്, എന്തോരം പാപങ്ങളല്ല പുറത്തു തരും. കയ്യും കണക്കില്ലാത്ത പാപങ്ങൾ പൊറുക്കാൻ. പാപങ്ങൾ പൊറുക്കപ്പെടുമ്പോഴാണ് നമ്മൾ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുക. അപ്പോഴേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഖബറിൽ സന്തോഷം. ഖബറിൽ ഇങ്ങനെ കിടത്തുമ്പോൾ ഒരു ഫോട്ടോ ഇങ്ങനെ കാണിക്കും. ഈ മനുഷ്യനറിയോ? സ്വലാത്ത് ചൊല്ലി പരിചയമില്ലാത്ത ബിദ്അത്തുകാർ പറയും ഇത് മനസ്സിലാകുന്നില്ലല്ലോ. എന്നാൽ സ്വലാത്തിൻ്റെ അഹ്ലുകാർ പറയും ഇതെൻ്റെ ഹബീബാണ്, ഇതെൻ്റെ ഹബീബാണ്. അവരോട് പറയപ്പെടും നൗമത്തിൽ അറൂസ്, നിങ്ങൾ പുതിയാപ്പിള കിടന്ന് ഉറങ്ങണത് പോലെ ഉറങ്ങിക്കോ, ഖിയാമത്ത് വരെ പിന്നെ അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. എന്നാലും മുത്തുനബിയെ തിരിച്ചറിയാതെ പോയവർ കഠിനമായ അദാബിലായിരിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. വരുമാനത്തിലും കച്ചവടത്തിലൊക്കെ ബർക്കത്തില്ലായ്മ അനുഭവിക്കുന്നുണ്ടോ? ഒന്നും കയ്യിൽ 5 പൈസ ഇല്ല. ഈ സ്വലാത്ത് ഒന്ന് പതിവാക്കിക്കോ. വരുമാനത്തിലും കച്ചവടത്തിലും ബിസിനസ്സിലും ജോലിയിലും ഒക്കെ അള്ളാഹു അങ്ങ് ബർക്കത്ത് തരും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഹജ്ജിനുള്ള അവസരം കിട്ടും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പേരിങ്ങനെ പറയുന്നുണ്ട് അല്ലേ. സ്വലാത്ത് ചൊല്ലിയിട്ടതിൻ്റെ ബർക്കത്തുണ്ട്. അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹ് ഹജ്ജിന് അവസരം തരും. വേണ്ടതൊക്കെ കിട്ടും. എന്തൊക്കെ വേണം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വേണ്ടതെല്ലാം അള്ളാഹു തരും. കഴിയുമെങ്കിൽ ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം ഒരു 300 തവണ ചൊല്ലാൻ പറ്റുന്നവർ മഹാഭാഗ്യമുള്ളവരാണ്. ചൊല്ലാൻ പറ്റും നിങ്ങൾക്ക്? ഒന്ന് ശ്രമിച്ചു നോക്ക്. പോട്ടെ 300 തവണയാണ്, ഞാൻ ഒന്ന് പറ്റിയില്ലെങ്കിൽ 100 തവണയെങ്കിലും പോട്ടെ, ഒരു 33 തവണയെങ്കിലും 300 ചൊല്ലിയോ നിങ്ങൾക്ക് അതിഭാഗ്യമുണ്ട്. അത് വലിയ മഹത്തരമായ ഭാഗ്യം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ഉറക്കം ഇങ്ങനെ തലയിൽ നിൽക്കണോണ്ട് ക്ലിയറായിട്ട് പറയാനും പറ്റണില്ല. നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത് നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? നമുക്കെല്ലാവർക്കും അറിയാം. എന്നാലും നമുക്കൊന്ന് ചൊല്ലണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒന്ന് ചൊല്ലിക്കേ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. അല്ലാഹ്, എന്താണ് ഈ സ്വലാത്തിൽ പറയുന്നത്? പടച്ചോനെ,
അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന മുഹമ്മദ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും മേൽ നീ സ്വലാത്തും സലാമും ചെയ്യണേ. കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ അലി ഇബ്രാഹിം, ഏതുപോലെ ഇബ്രാഹിം നബിയുടെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും മേൽ നീ സ്വലാത്ത് ചെയ്തതുപോലെ. പിന്നെ പറയുന്നുണ്ട് വബാരിക്, മുത്തുനബിയുടെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും മേൽ നീ ബർക്കത്ത് ചെയ്യണേ, ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൻ്റെ മേൽ ബർക്കത്ത് ചെയ്തതുപോലെ. ഇന്നക ഹമീദുൻ മജീദ്, നീയാണ് ഏറ്റവും വലിയ സ്തുത്യർഹൻ. ഏറ്റവും വലിയ സ്തുത്യർഹൻ ആരാണ്? നീ മാത്രമാണ് പടച്ചോനെ എന്നർത്ഥം വരുന്ന അതിവിശിഷ്ടമായൊരു സ്വലാത്താണ്. ഈ സ്വലാത്ത് ധാരാളം ധാരാളം ചൊല്ലാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസമാണ് 2 വരി ബൈത്ത് നമുക്ക് ചൊല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല, ഫുള്ള് വണ്ടി ഡ്രൈവിങ്ങിലാണ്, അതുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്, തീരെ ബൈത്ത് ചൊല്ലാൻ പറ്റുന്നില്ല. എന്നാൽ പോലും മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹല്ലേ, അപ്പോൾ ട്യൂണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയാലും നിങ്ങൾ ഇത്തിരി ക്ഷമിക്കുക. എന്നിട്ട് നമുക്ക് 2 വരി ബൈത്ത് ഒന്ന് ചൊല്ലാം. അള്ളാഹു സ്വീകരിക്കട്ടെ. صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام. صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام. بدا بدر الهدى نوري يطفي نار الكفر فلما بدا في الدنى دين الهدى والسلام. صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام. شهد الجمال وضب حيث ما استطلع بدر مدينة شفاها أنت رسول الله وسلام. صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام. ضامن الطيبة حتى ترجع لمن اصطاد سريعا ضمأنا النبي وفت عليه السلام. صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام. قد ورم القدم بطول العمل قيام دينا ليلا قد غفر الذنوب لحبيب السلام. صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അള്ളാഹ് കബൂൽ ചെയ്യട്ടെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്യൂണ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, നല്ല ഉറക്കം നിൽക്കണമുണ്ടാണ്. അതായത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരു കൂട്ടായ്മയുടെ സന്തോഷമുണ്ടല്ലോ, ഹംദ് പറഞ്ഞിങ്ങനെ ഒരുമിച്ച് കൂടാൻ കഴിയാന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ചു, നമ്മുടെ ഇന്ത്യയിൽ സയ്യിദ് ശുഹദാ ആയി അറിയപ്പെടുന്നത് ആരാണ്? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഇബ്രാഹിം ബാദുഷ റളിയല്ലാഹു അൻഹു ആണ്. ഇബ്രാഹിം ബാദുഷ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാം സിയാറത്ത് ചെയ്തവർ ആരൊക്കെയുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്ത്. ഇന്നത്തെ ചോദ്യം അതാണ്. ഏർവാടിയിൽ പോയവരുണ്ടോ?
ഏർവാടിയിൽ പോയിട്ട് നിങ്ങൾക്ക് സാധിച്ചു കിട്ടിയ ഒരാഗ്രഹം അതെന്താണെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞാൽ മതി, നല്ല ഉത്തരം നമുക്ക് തിരഞ്ഞെടുക്കാം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർറാഹിമായ റബ്ബേ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ലല്ല. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്തുണ്ട് യാ റബ്ബന. ഈ സദസ്സിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസുലാക്കണേ അല്ലാ. കമൻറ്റിലുള്ള ഓരോരോ മുറാദുകൾക്കും നീ ഉത്തരം നൽകണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ നീ മഗ്ഫിറത്തിലായി ഒരുമിച്ച് കൂട്ടണേ അല്ലാ. നിൻ്റെ സാമീപ്യം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله وبركاته.